ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ്. നമ്മൾ 4 പാർട്ടായിട്ട് കരിയർ ടിപ്സിൻ്റെ 4 പാർട്ടായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കാണുക. ഇതിൽ 5 വിഷയങ്ങളാണ്. 5 വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിഷയങ്ങൾ ഓരോന്നായിട്ട് പറയാം. ദെൻ ഐ വിൽ ടേക്ക് ത്രൂ ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ത്രൂ വിച്ച് വി ക്യാൻ ആക്ച്വലി ട്രൈ ടു എക്സ്പ്ലോർ. കോമ്പറ്റീഷൻ, സക്സസ്, വിജയം, ബീയിങ് ലൈക്ഡ്, അതായത് നമ്മൾ ഇഷ്ടപ്പെടാൻ, മറ്റുള്ളവരുടെ ഇഷ്ടപാത്രമാവുക എന്നുള്ളൊരു വിഷയം, പിന്നെ വർക്ക് ലൈഫ് ബാലൻസ്, പിന്നെ ബേൺ ഔട്ട്. വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ, ദർ ഈസ് ഓൾവേസ് കോമ്പറ്റീഷൻ. നമ്മൾ ജോലിയെക്കുറിച്ചും ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ എപ്പോഴും മത്സരം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളത്. ഞാൻ മത്സരബുദ്ധി വളരെ കുറവുള്ളൊരു കക്ഷിയാണ്. ചിലപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊന്നും മത്സരങ്ങൾ പങ്കെടുക്കാത്തതുകൊണ്ടായിരിക്കാൻ മതി. വീട്ടിൽ നിന്നും പങ്കെടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാനോട്ട് പങ്കെടുക്കാൻ ചിലപ്പോൾ മത്സരത്തിൽ നിന്നും പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓടാനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ആൾ, എനിക്ക് പിന്നിൽ ഓടുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനാവും ഏറ്റവും അവസാനം ഓടുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഒരു അത്ലറ്റിക് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോട്ടല്ലാത്ത കാര്യങ്ങൾ തന്നെ, ഇപ്പോൾ എന്തെങ്കിലും എഴുത്തോ കവിതാപാരായണോ അല്ലെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, ഒരു കോമ്പറ്റീഷനിൽ പോലും പങ്കെടുക്കാണ്ടാണ് സ്കൂളും കോളേജും ഒക്കെ ഞാൻ കഴിഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നത് അത് എന്തുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ട്. പേടി കൊണ്ടാണോ, തോൽക്കും പരാജയപ്പെടും എന്നുള്ള പേടി കൊണ്ടാണോ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാത്തത് എന്ന് തോന്നാറുണ്ട്. അല്ല, എന്തായാലും തോക്കുന്നറിയുന്നത് കൊണ്ട് മത്സരത്തിൽ പങ്കെടുത്ത് സമയം കളയേണ്ട ആവശ്യമുണ്ടല്ലോ ഇല്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം മതി എൻ്റെ ജീവിതത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാത്തതും ജീവിതത്തിൽ മത്സരങ്ങൾ ഇല്ലാതെ ആവുകയും ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു പൊസിഷന് വേണ്ടിയിട്ടൊരു മത്സരിച്ച് വേറൊരാൾ, അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, ആ പൊസിഷനിലേക്ക് 2-3 ആൾക്കാർക്ക് താല്പര്യമുണ്ട്, അവരുമായി മത്സരിച്ചിട്ട് നമ്മൾ വി ഷുഡ് ആക്ച്വലി ഗെറ്റ് ഇൻ ടു ഇറ്റ്. പക്ഷെ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി എടുക്കുകയാണെങ്കിൽ ആ കമ്പനി മത്സരമാണ്. ഒരു പ്രോഡക്റ്റിൽ, ആ ഒരു ടെക്നോളജി സ്പേസിൽ ഏറ്റവും ടോപ്പിൽ എത്തണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരെപ്പോഴും മത്സരമായിട്ടാണത് കാണുക. അതായത് നിങ്ങളുടെ പഴയ വീഡിയോയിൽ ഇത്ര ലൈക്കാണല്ലോ, ഇതിൽ കുറവ് ലൈക്കാണല്ലോ, നിങ്ങളെപ്പോലെ വീഡിയോ ചെയ്യുന്ന അയാൾക്ക് കൂടുതൽ ലൈക്ക് ഉണ്ടല്ലോ, ഇയാൾക്ക് കുറവ് ലൈക്കാണല്ലോ. എല്ലാ മത്സരത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുന്ന ധാരാളം ആൾക്കാരുള്ളൊരു സമൂഹത്തിൽ മത്സരബുദ്ധി ഇല്ലാണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ എൻ്റെ ഒരു DNA-യിൽ മത്സരം വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. പക്ഷേ കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് മത്സരം ഇഷ്ടമല്ലെങ്കിലും നമ്മളെ മത്സരിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അത് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വ്യക്തമായിട്ടുള്ള ഉത്തരമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്നോട് തന്നെ മത്സരമുണ്ട്. അതായത് ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത കാര്യങ്ങളെക്കാട്ടും കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം, കഴിഞ്ഞ വർഷം ചെയ്ത ചില കാര്യങ്ങൾ ഈ വർഷം ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഭാഗമായിട്ടൊരു മത്സരം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതിൽ വിജയിയൊന്നുമില്ല. നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭേദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുടെ മത്സരത്തിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വർഷം തുടങ്ങിയപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ ഔദ്യോഗികമായും പേഴ്സണലായിട്ടും ഒക്കെ ഒഴിവാക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് കോമ്പറ്റീഷൻ ഇസ് ഓൾവേസ് ദയർ. നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. നമുക്ക് കോമ്പറ്റേറ്റീവ് അല്ലെങ്കിലും, നമുക്ക് കോമ്പറ്റീഷൻ ആരുമായിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് നമ്മളോടുള്ള കോമ്പറ്റീഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം ഉണ്ട്. അടുത്തത്, ബീയിങ് ലൈക്ഡ് ഡസൻ മീൻ സക്സസ്. മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടുക, അത് ചില ആൾക്കാർ വിചാരം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും എന്നുള്ളതാണ്. അവർ തെറ്റായ ധാരണയാണ്. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം എല്ലാവരെയും ഇഷ്ടപ്പെട്ടുകൊണ്ട്, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്, എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ആൾക്കാരെങ്കിലും അതിനോട് എതിർപ്പുണ്ടാവും. അതിന് അവരുടെ കാരണങ്ങൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ നമുക്ക് എതിർപ്പുകളില്ലാണ്ട് എല്ലാവരുടെയും ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമ്മൾ
വിജയത്തിൻ്റെ സക്സസിൻ്റെ ഒരു മാനദണ്ഡമായി കണക്കാക്കേണ്ട ആവശ്യമില്ല. സം ഓഫ് ദ പീപ്പിൾ ഹു സക്സീഡ് ആർ നോട്ട് നെസസറിലി ലൈക്ഡ് ബൈ ഓൾ. എനിക്ക് ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടണം ആൾക്കാർ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടരുത് എന്നൊക്കെയുള്ള ചിന്ത, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ള മനുഷ്യനാണ് ഞാൻ. പലപ്പോഴും ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താടോ എന്നെ ഒരാൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അങ്ങനെ എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഇല്ലേ എന്ന് ഞാൻ എന്നോട് സ്വയം ചോദിക്കാറുണ്ട്. പക്ഷെ മനുഷ്യനായതുകൊണ്ട് ഓനെന്താ എന്നോടൊരു ഇഷ്ടക്കേട് എന്നുള്ള മനസ്സിൻ്റെ ഉള്ളിൽ വരും ചെയ്യും. ബട്ട് വിജയം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ളത് ആവശ്യമല്ല വിജയിക്കാൻ. ഐ തിങ്ക് ദാറ്റ്സ് ട്രൂ. അടുത്തത്, ഇറ്റ് ഈസ് അപ് ടു യു ടു സക്സീഡ്. വിജയിക്കണോ വിജയിക്കണ്ടേ എന്നുള്ളത് വേറൊരാളുടെ കയ്യിലല്ല, നമ്മളെ കയ്യിലാണ്. അതൊരു വളരെ ബ്ലാങ്കറ്റ് ജനറിക് സ്റ്റേറ്റ്മെൻറ്റായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ മാതിരി വരും. നമ്മളെ കയ്യിലാണ് വിജയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെർസ്പെക്റ്റീവ്സ് ഓഫ് വിജയം നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, വളരെ ടോപ്പ് ടൈറ്റിലൊക്കെ ഉള്ള ധാരാളം റെസ്പോൺസിബിലിറ്റി ഉള്ള തോനെ പൈസ കിട്ടുന്ന ചില പൊസിഷൻസുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ജീവിതം എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ ജോലി, അവരുടെ ആ ജോലിയുടെ ടെൻഷൻ, സ്ട്രെസ്സ്, അതിന് ധാരാളം പൈസ അവർക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. അവർ പവർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നുണ്ട്. അവർക്ക് വിജയം എന്നുള്ളതിൻ്റെ മാനദണ്ഡമായി സമൂഹവും ലോകവും കണക്കാക്കുന്ന സംഭവങ്ങളാണ്. ശമ്പളം, വലിയ വീട്, വലിയ കാറ്, വലിയ ടൈറ്റില്, കമ്പനിയുടെ CEO, ഇതൊക്കെ സക്സസ്സിൻ്റെ ഫാക്ടേഴ്സായിട്ട് ലോകം കണക്കാക്കുന്നുണ്ട്. ആ സക്സസിൻ്റെ ഫാക്ടേഴ്സ് ആണോ നമ്മളുടെ മനസ്സിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ സ്വയം വിചാരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം സമയമുണ്ടാവുക എന്നുള്ളതാണ്. എനിക്കിഷ്ടമുള്ള സാധനം ചെയ്യാൻ സമയമുണ്ടാവുക എന്നുള്ളതാണ്. അത് ചിലപ്പം കുറേ പൈസ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ വേണ്ട എന്നുള്ള വിചാരമൊന്നുമില്ല കേട്ടോ. പൈസ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷം തന്നെയുള്ളൂ എപ്പോഴും. ഇപ്പോൾ നാളെ ഇപ്പം എന്നോട് കമ്പനിയിൽ പറയാം, മോനെ എനിക്ക് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, എൻ്റെ കമ്പനിയിൽ എൻ്റെ ശമ്പളം ഒന്ന് ഡബിളാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമം ഉണ്ടാവും? ഇല്ല, ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ആ സമയത്ത് എന്നോട് പറയുകയാണ്, പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഒഴിവാക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഒഴിവാക്കാൻ നമ്മളോട് പറയുന്നതനുസരിച്ചിരിക്കും ഞാനത് സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. ഒരു ട്രേഡ് ഓഫ് വെച്ചിട്ടാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും എടുക്കുന്നത്. ആൻഡ് ഐ തിങ്ക് സക്സസ് ഇസ് ഓൾസോ ഇൻ സച്ച് എ വേ ദാറ്റ് വി ആർ റെസ്പോൺസിബിൾ എന്ന് പറയുന്നതിൽ ശരിയാണ്. കാരണം നമ്മൾ ആ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ട്രേഡ് ഓഫ് നമ്മൾ തയ്യാറാവുമോ എന്നുള്ളതാണ്. ഞാൻ സക്സീഡ് ചെയ്യാത്തതിന് കാരണം ഞാൻ ആ ട്രേഡ് ഓഫിന് തയ്യാറാവാത്തതുകൊണ്ടാണ് എന്ന് വേണേൽ പറയാം. ഞാൻ സക്സീഡ് ചെയ്യാത്ത എൻ്റെ കഴിവുകേടാണ് എന്നും പറയാം. ഇത് രണ്ടും ശരിയാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം എൻ്റെ കഴിവുകേട് എനിക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. എനിക്കറിയാത്ത കഴിവുകേട് എന്നെ ആൾക്കാർ സ്ഥിരമായിട്ട് ഓർമ്മപ്പെടുത്താറുണ്ട്. കഴിവുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള പരാതിയും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളൊരു ട്രേഡ് ഓഫിൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന സംഭവങ്ങളായിരിക്കില്ല സമൂഹം വിജയം എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തപ്പെടുന്ന സാധനങ്ങൾ. അപ്പം ഐ തിങ്ക് വി ഓൾ ഹാവ് ടു റിയലി ഇവാലുവേറ്റ് ആൻഡ് ലുക്ക് അറ്റ് വാട്ട് സക്സസ് ഇസ് ആൻഡ് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു അസ് ആസ് ഇൻഡിവിജ്വൽസ്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ്. ഈ സക്സസിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വർക്ക് ലൈഫ് ബാലൻസ്, ആരാണ് നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് തരേണ്ടത്? ദ വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ഇൻ അവർ കൺട്രോൾ എന്നാണ് ഈ ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് ഞാനുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത്. ആണോ വർക്ക് ലൈഫ് ബാലൻസ് നമ്മളുടെ കൺട്രോളിലാണോ? കൺട്രോളിലാവുന്ന കേസസും ആവാത്ത കേസസും ഉണ്ട്. ഇപ്പം എൻ്റെ ജോലിയിൽ വർക്ക് ലൈഫ് ബാലൻസ് എൻ്റെ കൺട്രോളിലാണ് എന്നെനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാണ്. കാരണം വർക്കിനെ കുറിച്ച് വളരെ ഇൻഡിപെൻഡൻ്റായി നോക്കാനും വർക്കിനെ എനിക്ക് തന്നെ എൻ്റെ വർക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ട് ചെയ്യാനും ഡെലിവർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എൻ്റെ ചോയ്സാണ് ഞാൻ വീക്കെൻഡിലൊക്കെ ഇരുന്നിട്ട് പണിയെടുക്കണോ, രാത്രി ഉറങ്ങാതിരിക്കണോ എന്നുള്ളതൊക്കെ എൻ്റെ ചോയ്സാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ചിലപ്പോൾ എനിക്കുണ്ടാവും. പക്ഷെ അതല്ലാണ്ട് ജീവിതത്തിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ കുട്ടികളൊക്കെ കുറച്ച് വലുതായപ്പം അവർക്ക് അത്ര സമയം എൻ്റെ അടുത്ത് നിന്ന് ആവശ്യമില്ല. അപ്പോൾ ആ സമയം ഞാൻ ഒന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വെറുതെ എന്തെങ്കിലും തിരിഞ്ഞടിച്ചിട്ട് ഒഴിവാക്കാം, അല്ലെങ്കിൽ ജോലിയിൽ ഇതാക്കാം. എനിക്കിപ്പോഴത്തെ ഇതിൽ ഐ ഹാവ് എൻ എൻതൂസിയാസം ടു വർക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ശനി ഞായറൊക്കെ ഞാൻ വർക്ക് ചെയ്തെന്നിരിക്കും. അതൊരു വർക്ക് ലൈഫ് ബാലൻസിൻ്റെ പ്രശ്നമല്ല, എനിക്കത് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ചില സമയത്ത് എനിക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മറ്റേ വീക്ക് ദ റെഗുലർ വീക്ക് കുറച്ച് ഈസിയാവും.
പിന്നെ അനാവശ്യമായിട്ടൊരു വർക്ക് എൻ്റെ മേത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കിയിട്ട്, കാരണം പ്രയോറിറ്റി മനസ്സിലാവാതിരിക്കുന്ന സമയത്ത് അല്ല എല്ലാ വർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് വർക്ക് ലൈഫ് ബാലൻസിൻ്റെ പ്രശ്നം വരുന്നത്. പിന്നെ നമ്മളുടെ കൺട്രോളിലാണ് എന്ന് പറയുമ്പോഴും കമ്പനിക്ക് അതിലൊരു പങ്കുണ്ട് കേട്ടോ. കമ്പനിക്കും നമ്മളെ മാനേജർക്കൊക്കെ ഒരു പങ്കുണ്ട്. ഇപ്പം എന്നോട് തന്നെ മാനേജർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോൾ ലീവ് എടുക്കുന്നു, നിങ്ങളെപ്പോൾ ഓഫീസിൽ വരണോ, എന്ത് വരുന്നില്ല, ഇതൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. കാരണം ബിക്കോസ് ഐ ട്രസ്റ്റ് യു എന്നുള്ളത്. ആ ഒരു ട്രസ്റ്റ് നമ്മളുടെ ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യണം. ഈ പണിയെടുക്കാണ്ട് ഭയങ്കര മടിയന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മൾ കാണും. ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്ര മടിയന്മാരായിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ എന്തിനെപ്പോഴും കമ്പനിയിൽ വെച്ചിട്ടുള്ളത്. ബട്ട് അവർ മടിയന്മാരായതുകൊണ്ടായിരിക്കില്ല, അവർ ഫുൾ ടൈം അവരുടെ കലണ്ടർ ഫുള്ളായിട്ട് മീറ്റിങ്ങുകളിൽ ഉണ്ടാവില്ല. പക്ഷേ ദേ മൈറ്റ് ബി പ്രൊഡ്യൂസിങ് സംതിങ് ഓഫ് വാല്യൂ. നമുക്കത് അറിയാഞ്ഞിട്ടാണ്. മടിയന്മാരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ബട്ട് ഐ തിങ്ക് having the trust on people that they will make the right choices in terms of work and work life balance എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കമ്പനികൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് വേണമെന്ന് പറയുമ്പോഴും അത് അവൈലബിൾ ആക്കുമ്പോഴും വർക്ക് ലൈഫ് ബാലൻസ് വർക്ക് ലൈഫ് ബാലൻസ് ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ അവർക്കത് കിട്ടുന്നില്ല ചില ആൾക്കാർക്ക്. കാരണം എനിക്കറിയാം, ചില ആൾക്കാരുണ്ട് ചില മീറ്റിങ്ങുകൾ എല്ലാ മീറ്റിങ്ങിലും കയറിയിരിക്കും. അപ്പോൾ ഞാൻ ഒരാളുടെ ഒരു പ്രാവശ്യം ചോദിച്ചു, നീ എന്തിനും എല്ലാ മീറ്റിങ്ങിലും കയറിയിരിക്കണത്? അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾക്കൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ. ആ മീറ്റിങ്ങിൽ അയാൾ പങ്കെടുത്തില്ലെങ്കിൽ അയാളുടെ ഇമ്പോർട്ടൻസ് കുറയുമോ എന്നുള്ള പേടിയാണ്. നമ്മൾ ഇമ്പോർട്ടൻസ് എന്തിൽ നിന്നാണ് വരുന്നത്? മീറ്റിംഗ് അറ്റൻഡിൽ നിന്നല്ല. നമ്മൾ എടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുന്നതിലും അത് വിസിബിൾ ആവുന്നതിലും ആണ് അത് വരുന്നത്. വിസിബിൾ ആവണം, നമ്മൾ വർക്ക് വിസിബിൾ ആവണം. നമുക്ക് നമ്മൾ വർക്ക് ലോഡ്, നമ്മൾ ചെയ്യുന്നത് ചെയ്യാത്തത് ഇതൊക്കെ വിസിബിൾ ആവണം. ഇപ്പം ഞാൻ ജോലി ചെയ്യാൻ പൂർണ്ണ ആത്മാർത്ഥതയോടുണ്ടാകുമ്പോൾ എല്ലാം വിസിബിൾ ആവുന്നതിന് എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഒരു വർക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാണ്ട് ഞാൻ ചെയ്യുകയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എൻ്റെ വർക്ക് വിസിബിൾ ആവുന്നതിൽ പ്രശ്നമുള്ളത്. കാരണം വെൻ മൈ വർക്ക് ഗെറ്റ്സ് വിസിബിൾ, മൈ വർക്ക് നോട്ട് ഡൺ ഓൾസോ ഈസ് വിസിബിൾ. അതിന് ഒരു കൃത്യമായൊരു കാരണം എനിക്ക് പറയാനില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഫൈറ്റ് ചെയ്യും ഈ വിസിബിലിറ്റിക്ക്. എനിക്ക് തോന്നുന്നത് നമ്മളുടെയൊക്കെ വർക്ക് വിസിബിൾ ആവുന്നത് നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടാൻ സൗകര്യമാണെന്നുള്ളതാണ്. കാരണം ഞാൻ വർക്ക് കുറേ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. പക്ഷേ അത്യാവശ്യമായിട്ട് എനിക്ക് വീട്ടിൻ്റെ ഒരു ആവശ്യത്തിന് എനിക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എതിർപ്പ് പറയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് വിസിബിൾ. മറ്റേത് ആർക്കും അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ ഒരു പരാതി വരാറുള്ളത്, നിനക്കെപ്പോഴും തിരക്കാന്ന് പറഞ്ഞ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ശരിക്കും തിരക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ നീ അത് പറയുന്നത് ആ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അതിന് ഞാനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വർക്ക്, എവിടെയാണ് നിങ്ങളുടെ തിരക്ക് എന്നുള്ളത് ആരും അറിയുന്നില്ല. അപ്പോൾ നമ്മളൊരു ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെല്ലാവരുടെ വർക്കും അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് വന്നിട്ടൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ ഈ 5 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കാര്യം 6ാമത്തതേ ആവുള്ളൂ, ഇതിലേതെങ്കിലും ഒന്ന് ആവണമെന്നുണ്ടെങ്കിൽ അതിലൊന്നും മാറ്റാതെ നിവൃത്തിയില്ല. കാരണം 5 എണ്ണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. വർക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വിപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ലിമിറ്റ്. അതായത് ഈ കാൻബാൻ എന്നുള്ള ഒരു ഇതിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വിപ്പ് ലിമിറ്റ്. അതായത് നമുക്ക് 4 കാര്യങ്ങളെ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലിമിറ്റ്. 3ാമതൊരു സാധനം അതിലേക്ക് ഇടുമ്പോൾ അവർ പറയും, ഈ 2 ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് 3ാമത്തെ ഇട്ടാൽ മതി എന്ന് പറയും. ആ വിപ്പ് ലിമിറ്റ് എന്താണെന്ന് നമുക്ക് അറിയണം. എനിക്ക് ഒരേ സമയത്ത് ഒരു 3-4 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലാണെങ്കിൽ എനിക്ക് ഓരോ കാര്യത്തിലും ഞാൻ കൊടുക്കുന്ന ഫോക്കസ് കുറഞ്ഞും വരും. അപ്പോൾ ആ രീതിയിൽ നമ്മളെ ജോലിയെയും നമ്മളെ ചുറ്റും ജോലി ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെ നമ്മൾ ആ ഒരു രീതിയിലുള്ള വിസിബിൾ വർക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അവസാനത്തത്, ബേൺ ഔട്ട് ഹാപ്പൻസ് ടു എനിവൺ. ബേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്ത് ബേൺ ഔട്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്ലാനിങ്ങിൽ ഒരു കക്ഷി, അയാളും അയാളുടെ ടീമും ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സമയത്തിന് തീരുന്നില്ല. അത് അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണോ ഏതാ ഒന്നും അറിഞ്ഞുകൂടാ. ഇയാൾ ഒരു ദിവസം പുലർച്ചെ 3 മണി വരെ ഇയാൾ ചെയ്ത് തീർക്കേണ്ട, ഇയാളും ഇയാളുടെ ടീമും കൂടി ചെയ്ത് തീർക്കേണ്ട ജോലി ചെയ്ത് തീർത്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. പ്ലാനിങ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെ കണ്ടിട്ട് ഇയാളോട് ചോദിച്ചു,
എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ ഈ 3 മണി വരെ പുലർച്ചെ വരെ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഡു യു എൻജോയ് ദാറ്റ് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു പിന്നെ നീ എന്തിനാ 3 മണി വരെ പണിയെടുക്കണം? അപ്പോൾ എന്നോട് മൂപ്പര് പറഞ്ഞു ഇല്ല, ഞാൻ 3 മണി വരെ പണിയെടുക്കണേ എന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാവണം ഇത് സമയമെടുത്ത് കഴിഞ്ഞാൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ചിലപ്പം പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവർ എന്ന് പറഞ്ഞാൽ നീ 3 മണിക്ക് വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ അവർ വിചാരിക്കും അവനെന്തായാലും 3 മണി വരെ പണിയെടുക്കുന്നില്ല, നമ്മൾ ചെയ്തില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. എങ്ങനെയാണ് ബാക്കിയുള്ള എല്ലാവരും 4 മണിക്കൂർ പ്രോപ്പർലി 8 മണിക്കൂറൊന്നും വേണ്ട 4 മണിക്കൂർ ഫോക്കസ്ഡ് ആയിട്ട് പണി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 മണി വരെ ഇരുത്തുന്ന ആവശ്യമില്ല. ഞങ്ങൾ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 3 മാസത്തെ പ്ലാനിങ്ങാണ്. 3 മാസം കൊടുക്കണം. അപ്പോൾ ഒരു 3 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ റെഡി ആയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 മാസം വളരെ എളുപ്പമായിട്ട് നടക്കും. ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ ഈ ബേൺ ഔട്ട് ഉണ്ടാകുന്നത് ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷയുടെ തലേ ദിവസമുള്ള ടെൻഷൻ ഉണ്ടല്ല. അതായത് എല്ലാ ദിവസവും നമ്മളോടൊക്കെ ചെറുതാകുമ്പോൾ പറയുന്നില്ല അന്നന്ന് പഠിപ്പിച്ചത് അന്നന്ന് പഠിക്കുക. അന്നന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷയുടെ സമയത്ത് ഈ വെപ്രാളം ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ അന്നും നമ്മളത് കേട്ടില്ല, ഇന്നും നമ്മളത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ബേൺ ഔട്ട് ഒഴിവാക്കാനുള്ള ഒരേ ഒരു സംഭവം നമ്മൾ ഡെയിലി ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ്. ഹൗ വി ലിവ് അവർ ഡേയ്സ് ഇസ് ഹൗ വി ലിവ് അവർ ലൈഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക, ചെയ്തു തീർക്കുക, നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക. അടുത്ത ദിവസം ഇന്ന് ചെയ്തിട്ട് ശരിയാവാത്ത ചില കാര്യങ്ങൾ മാറ്റി ചെയ്താൽ നോക്കുക, വീക്ക്ലി റിഫ്ലക്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബേൺ ഔട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തുനിന്നും ബേൺ ഔട്ട് ഇത് കുറവാകും എന്നുള്ളതല്ല. നമ്മളുടെ കൺട്രോളിലുള്ള സംഭവങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉറക്കം, ഞാൻ സിനിമ കാണുകയാണ്, അത് ചെയ്യാണ്, ഇത് ചെയ്യാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ്, എനിക്ക് ഉറങ്ങാൻ സമയമായാൽ ഞാൻ ഉറങ്ങും. യാതൊരു ക്വസ്റ്റ്യനും ഇല്ല അവിടെ. ഞാൻ ഒരു സിറ്റുവേഷനിലും ഞാൻ ഉറക്കം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു കാരണവശാലും ഞാൻ എൻ്റെ ഉറക്കം ഐ വിൽ നോട്ട് കോംപ്രമൈസ്. അതിപ്പോൾ ആൾക്കാരെൻ്റെ വീട്ടിൽ വന്നാലും ശരി, ഞാൻ ആൾക്കാരുടെ വീട്ടിൽ പോയാലും ശരി, നമുക്ക് പാർട്ടി ഉണ്ടെങ്കിലും ശരി, ഉറക്കം എന്നുള്ളത് മുഖ്യമാണ്. ഒരു 6 to 8 hours എന്നുള്ളതാണ്. എനിക്ക് 8 hours വരണം. ചില ദിവസങ്ങളിൽ എനിക്ക് 6 മണിക്കൂർ 6.5 മണിക്കൂറൊക്കെ ഉറക്കം വരുള്ളൂ എന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിൽ ഐ ക്യാച്ച് അപ്പ് ഓൺ ദാറ്റ്. പക്ഷെ എനിക്ക് ഐഡിയലി എനിക്കുള്ള എൻ്റെ ഇഷ്ടമായിട്ടുള്ളൊരു സംഭവം തന്നെ ബേൺ ഔട്ട് ഒഴിവാക്കാനുള്ള സംഭവം തന്നെ ഒരു 9 മണിയാകുമ്പോഴേക്കും കിടക്കണം. 8:30 ആകുമ്പോഴേക്കും കിടക്കുക, അരമണിക്കൂർ വായിക്കുക, 9 മണിയാകും കിടക്കുക, 10, 11, 12, 1, 2, 3, 4, 5 മണിയാകുമ്പോൾ എണീക്കുക. 5 മണി എണീച്ച് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് 7 മണിക്കേ പോകുള്ളൂ. രാവിലത്തെ 2 മണിക്കൂർ കുറച്ച് എക്സസൈസ് ചെയ്യുക, നന്നായിട്ടിരുന്ന് കാപ്പി കുടിക്കുക, കുറച്ച് നേരം വായിക്കുക. ആ സമയത്ത് ചിലപ്പോൾ ഇമെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് ക്യാച്ചപ്പ് ചെയ്യുക, എന്തെങ്കിലും മെസ്സേജ് തന്നിട്ടുണ്ടോ നോക്കുക, എങ്ങനെയാണ് ഈ ദിവസം വേണ്ടതെന്ന് പ്ലാൻ ചെയ്യുക. അതാണ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ. അത്ര ഐഡിയലായിട്ട് എല്ലാ സമയത്തും വരും എന്നുള്ളതല്ല. പക്ഷെ എന്നാലും 9 മണി 10 മണിന് മുമ്പ് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്താറുണ്ട് അധികം. ചില ദിവസങ്ങളിൽ അത് ബിയോണ്ടായിട്ട് പോകും. അപ്പോൾ നമ്മളെ കൺട്രോളിലാണ് പലപ്പോഴും ഈ ബേൺ ഔട്ടിൻ്റെ സംഭവം എന്ന് തോന്നാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അതിനൊന്ന് സമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മത്സര ബുദ്ധി എന്നുള്ളത്, അത് മത്സരങ്ങൾ ഇല്ലാതെ ആവില്ല, എപ്പോഴും മത്സരം ഉണ്ടാവും. നിങ്ങൾക്ക് മത്സരം ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്നുള്ളത്. പിന്നെ നമ്മളെ ഒരാൾക്കാർ ഇഷ്ടപ്പെടുക എന്നുള്ളത് വിജയത്തിൻ്റെ ലക്ഷണമല്ല. വളരെ പരാജിതനായ ഒരാളെയും ജനങ്ങൾക്ക് ഇഷ്ടമാവാൻ ഉള്ള സാധ്യതകൾ ഉണ്ട്. ചിലപ്പോൾ എന്താ വെച്ചാൽ അയാളൊരു ത്രെറ്റ് അല്ല എന്നുള്ളതുകൊണ്ട് വിജയിച്ചിരിക്കുന്നവനോട് അസൂയും സാധനം, പരാജയപ്പെടുന്നതിനോട് അസൂയൊന്നും വേണ്ടല്ലോ ആൾക്കാർക്ക്. പിന്നെ അടുത്തത് ഇറ്റ് ഈസ് അപ് ടു അസ് ടു സക്സീഡ്. വിജയിക്കണം എന്നുള്ളത് അത് നമ്മളെ കയ്യിലാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ചില ക്യാവിയാറ്റ്സ് ഉണ്ട് ബിഫോർ യു ക്യാൻ ആക്ച്വലി കംപ്ലീറ്റ്ലി സേ വിജയം കംപ്ലീറ്റ് നിങ്ങളെ കയ്യിലെ. അതായത് പരാജിതനെ നോക്കിയിട്ട് നിൻ്റെ കാരണം കൊണ്ടാണ് നീ പരാജയപ്പെടുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ഈസ് അപ് ടു യു ടു സക്സീഡ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആൾക്കാരെന്താ ചെയ്യാന്നറിയോ, ഇറ്റ്സ് അപ് ടു യു ടു സക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലാണ് എൻ്റെ വിജയം എന്ന് ചിന്തിക്കാൻ വരാം. ഓൻ പരാജയപ്പെടാൻ കാരണം ഓൻ്റെ കയ്യിലിരിപ്പാന്ന് പറയും. അതായത് നമ്മളൊരു നല്ല കാര്യം പറഞ്ഞാലും അത് വേറൊരാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാക്കിയിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് വർക്ക് ലൈഫ് ബാലൻസ് നമ്മളെ കൺട്രോളിലാണ് എന്നുള്ളതാണ്. നമ്മളെ കൺട്രോളിൽ കുറേ കാര്യങ്ങൾ വർക്ക് ലൈഫ് ബാലൻസിലുണ്ട്. പിന്നെ അവസാനമായിട്ടുള്ളത് ബേൺ ഔട്ട് ആർക്കും സംഭവിക്കാം. ഏതൊരാൾക്കും ഏതൊരു സമയത്തും ബേൺ ഔട്ട് സംഭവിക്കാം. ബേൺ ഔട്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മൈ ഹെൽത്ത്, ടേക്കിംഗ് കെയർ ഓഫ് മൈ സ്ലീപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട്
നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വേറെ 5 വിഷയങ്ങളുമായിട്ട് വരാം. ഇത് നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്, റിയലി താങ്ക് യു. കാരണം അങ്ങനെയാണ് ആൾക്കാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I feel sometimes I make this video so that more people can listen to it and they can make a change in their work life. അപ്പോൾ I'll see you all again next time.